ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ദിവസം പൂർത്തിയാക്കി അടുത്ത ദിവസത്തിലേക്ക് കിടന്നു അല്ലേ? അപ്പോൾ ഇന്നലെ നമ്മള് റൂമിലായിരുന്നു കിടന്നത്. ശരിക്കും എന്താ പറയാ, കുറെ ആയില്ലേ ആ ടീം നമ്മുടെ മരം ചുറ്റി കളിക്കാണ്. അപ്പോ നമ്മള് കൊറേ പിന്നെ കേറി കിടന്ന് ഉറങ്ങി. ഇന്നത്തേക്കുള്ള വീഡിയോ എടുത്തിട്ടു. അത്രയും ചെയ്ത് രാവിലെ പോന്നു, കുളിയെല്ലാം കഴിഞ്ഞ് പോന്നു. അപ്പൊ നമുക്കിന്ന് രാവിലെ ആദ്യത്തെ പരിപാടി, ഒരാൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുവാന്ന്. അപ്പൊ പിന്നെ നമുക്ക് അത് പെട്ടെന്ന് വേഗം കൊടുക്കാം. വേണമെങ്കിൽ 2 മുട്ടയും കൂടി പൊരിക്കാടി, ഞാപ്പുണ്ടല്ലോ. ആണോ? അതെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്രെഡ് എടുത്തോ? ഇന്നലെ നമ്മളൊരു ബ്രെഡ് വാങ്ങി വെച്ചാൽ എന്തായാലും നന്നായില്ലേ? അതെ അതെ, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അത് മതി, അത് മതി. അപ്പൊ നമ്മൾ പുറത്തിരുന്ന് കഴിക്കുന്നില്ല കേട്ടോ, കാരണം ബ്രെഡും ജാമായുണ്ട്. നീ അകത്ത് കയറിയിരിക്കുന്നില്ല? ആ ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ യാത്ര പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മോസസ് ബ്രോ തന്നാണ് കേട്ടോ. സ്പ്രേ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചേക്കാണ്, അതുകൊണ്ടാണ് കറക്റ്റ് കാണിക്കാത്തത്. പിന്നെ നമ്മുടെ ഫാനൊക്കെ പിടിപ്പിച്ച ആരാന്നറിയോ? ഫാനൊക്കെ നമ്മുടെ മോസസ് പിടിപ്പിച്ചാട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും പുറത്ത് ഈ പ്രാവശ്യം പൈസ കൊടുക്കേണ്ടി വന്നു. അല്ലെ ഞാൻ പോയാലേ. ഇതെന്റെ കുഞ്ഞാ ബ്രെഡും ജാമും കഴിച്ചാൻ പോവാ. അയ്യോ, സ്പൂൺ എടുത്തില്ല. ആ എന്നാ ഞാൻ ഇപ്പൊ എടുത്തുതരാം. ഇപ്പൊ വിശപ്പ് മാറിയോ? അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും ജാമുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം കഴിച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് ഈ പ്രാവശ്യം വേറൊരു കാര്യം ഉണ്ട് ആൻസി, നമുക്ക് ഒരു തിരക്കുമില്ല, നമുക്ക് മെല്ലെ പോയാൽ മതി. കാരണം ആൻസിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് അടിച്ച് മിന്നിച്ച് പോയി കഴിഞ്ഞാൽ അത് നമുക്കൊരു ക്ഷീണമാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടെ അമർത്താൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും കൂടെ കുടിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ പോവാട്ടോ. ഇവിടെ ഒരുത്തി വെള്ളം കുടിക്കാൻ കുപ്പീൻ്റെ അടപ്പിൽ, അതാണ് സിപ്പായിട്ടൊക്കെ അടിക്കുന്നത്, സ്മോൾ അടിക്കുകയാണ് വെച്ച് രാവിലെ തന്നെ അല്ലേ. അപ്പം എന്തായാലും നമുക്ക് വേഗം വിടാട്ടോ, അല്ലെങ്കിൽ വേഗം ഒന്നും വേണ്ട, മെല്ലെ പോവല്ലേ. അതെ. എന്താണ് പരിപാടി? വായിക്കുവാണോ? എന്താടി വായിക്കുന്നേ? അതാണ് നമ്മൾ കൊച്ചിന് വായനാശീലമൊക്കെ അല്ലേ, വായനാശീലമൊക്കെ ഞങ്ങൾ അതാണ് കൊച്ചു വായിക്കുന്നത്. കിളി അങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. വിശപ്പൊക്കെ പോയോ? നമുക്ക് എന്താടാ ഇതൊക്കെ നമുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പഠിച്ചു തീരാനുള്ളതാ അല്ല കുഞ്ഞാ? നമ്മൾ അടിവാരത്ത് നിന്ന് കുറച്ചും കൂടി തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം ഇവിടെ ഒരു തുഷാരഗിരി വെള്ളച്ചാട്ടം ഉണ്ട്, അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് പുറത്ത് നല്ല മഴയാണ്, എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല. ഓപ്പൺ എന്നാണ് കാണിച്ചേക്കുന്നത്, പക്ഷെ മഴ കാരണം ഈ നടന്നു പോയി കാണേണ്ട സ്ഥലമൊക്കെ ആണെങ്കിൽ എങ്ങനെ പോകുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ. ഒരുപാട് രൂപക്കൂടുകൾ കണ്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു രൂപക്കൂട് ആദ്യമായിട്ട് കാണും കേട്ടോ. ശംഖിൻ്റെ ഉള്ളിൽ മാതാവ്, കൊള്ളാല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. ഇന്നലെ പോകുന്ന വഴിയിൽ നമ്മളെ കാക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പേളേൻ്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. നോക്കിയേ, ഇത് നമ്മുടെ തുഷാരഗിരി വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടം ഇപ്പോൾ നല്ല അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ മഴയൊക്കെ ആയതുകൊണ്ട്, മേളിലല്ല മൊത്തത്തിൽ മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ആൻസി ചേച്ചിയാണ് ഇത് കണ്ടിട്ടുമില്ല. അവിടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കാണണോ? ഓ, കൊച്ചമ്മ ഇവിടെ ഇരിപ്പുണ്ടോ? കൊച്ചമ്മേന്റെ സൗകര്യം നോക്കിയേ, നല്ല. ഒന്നും കൂടി കാല് നീട്ടി.
അപ്പൊ നമുക്ക് പോവാല്ലേ? ഡോറ് പോലും അടക്കേണ്ടി വന്നില്ല, തന്നെ അടഞ്ഞ്. ഇപ്പൊ നമ്മൾ തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക് പോകുമ്പോ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ തുഷാരഗിരിയിലേക്ക് നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഉണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, എല്ലായിടത്തും കൂടി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം നല്ല വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇനി നമുക്ക് തുഷാരഗിരിയിലേക്ക് പോകാവേ. ചേട്ടേ, ഇതിപ്പോ കയറ്റം കയറിയേ നമ്മളിപ്പോ വയനാട്ടിൽ തന്നെ തിരിച്ചെത്തുവോ? എനിക്ക് സംശയമില്ലാതില്ല. ഇത് കൊറേ നേരമായി ഓരോ വളവും നല്ല ഹൈറ്റിലുള്ള പൊക്കവും അല്ലേ, തന്നെയുള്ള കയറ്റം. ഇപ്പൊ കയറി ശരിക്കും വയനാട്ടിലേക്ക് എത്തും നമ്മള്. ഈ ഇറക്കാണ് നമ്മൾ ഇനി ഇറങ്ങി വന്നതാവോ? ഒരു ദിവസം വെറുതെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനിയും തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. നല്ല രസം ഉണ്ടാവും. ഇവിടെ കൂടുതലും കൊക്കോയാ അല്ലേ? നല്ല കൊക്കോ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തുഷാരഗിരിയിലേക്ക് തിരിയുന്നതിന്റെ കറക്റ്റ് വഴി എത്തിട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടാണ് തിരിയണ്ടേ. അപ്പൊ തുഷാരഗിരിയിൽ നിന്ന് പോകുന്ന വെള്ളമാണെന്ന് അവിടെ നിന്ന് ഒരു സാറ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി നിർത്തി കേട്ടോ. എൻ്റെ അമ്മോ, ഇത് കണ്ടോ, നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഫോൾസ് ആണെങ്കിൽ അവിടെ ചാടുന്നിടത്ത് എത്ര ഫോൾസ് ഉണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊള്ളാട്ടോ, നല്ല പാല് പോലെയാണ് ഒഴുകുന്നത്. അത് ഈ ഗ്രീനറീൻ്റെ നടുക്കും കൂടി ആയപ്പോൾ അടിപൊളി. കൊള്ളാം. എന്നാൽ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനേ. ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി. അതിന് മുന്നേ തന്നെ ഇവിടെ ഒരാൾ കുട നിവർത്തി, അതാണ് അല്ലേ? എന്നാ വാ പോവാം നമുക്ക്. ടിക്കറ്റ് എത്ര രൂപയാ? ഓ, പാർക്കിംഗ് ഫീയാ? ഓ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മതിയായിരുന്നല്ലേ? അങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല, സേഫ് ആയിട്ട് പോവാം. ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ കുഞ്ഞാൻ്റെ. എല്ലാ വെള്ളത്തിലും അങ്ങോട്ടൊക്കെ കിട്ടിയ വെള്ളത്തിലൊക്കെ കളിക്കുക. ഇല്ല, ഇതൊക്കെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, ശുദ്ധമായ വെള്ളം തന്നെയാ. പൊന്നു നല്ല പായലുണ്ട് കേട്ടോ, തെന്നി വീണ് അവിടെ കിടക്കും. ഞങ്ങളിവിടെ ഇട്ടേച്ചും പോവും. ഇത് കേട്ടോ, ഇവിടെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ. അമ്പലത്തിന്റെ എന്തോ ആയിരുന്നു തോന്നുന്നില്ലേ? പഴയ വല്ല അമ്പലം ആയിരിക്കുന്നതുകൊണ്ട് ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ആ, വെള്ളച്ചാട്ടത്തിന് ഒച്ച കേൾക്കുന്നുണ്ട്. എന്താണ് ഇത്? നമ്മള് മറ്റേ പൂണ്ടാവുന്ന മരമല്ലേ? ഓ, അങ്ങനെ. എനിക്ക് തോന്നുന്നതേ ഇനി ഇതിൽ കൂടി ആയിരുന്നു പണ്ടത്തെ എൻട്രി, വെള്ളം കാണാൻ പോവാണ്ടായിരുന്നേ. ഇതിപ്പോ പുതിയതായിട്ട് വല്ല സ്റ്റാർട്ട് ചെയ്തപ്പോ ഇങ്ങനെ ആക്കിയതായിരിക്കും. കൊള്ളാല്ലേ. പക്ഷെ ഇതൊരു നല്ലൊരു നടുക്കാടിനുള്ളിലേക്ക് കയറി പോകുന്നൊരു ഫീലില്ലേ? നമ്മളൊന്നും വേണ്ടെന്ന് തോന്നില്ല ചേട്ടേ. ചേട്ടേ, നമ്മളൊന്നും വേണ്ടെന്ന് തോന്നില്ലേ? വരണം. അപ്പനും മോളും കൂടെ ഈ സ്പീഡിൽ എങ്ങോട്ടാ? തെന്നി അടിച്ച് വീഴരുതേ. ആണല്ലേ? പിന്നെ ഒരു ഇതെന്താണെന്നറിയോ, കുറച്ച് ബേക്കിൽ തന്നെ ഇരിക്കുമല്ലേ, അപ്പൊ കുറച്ച് ഓടി കളിച്ച് ബ്ലഡിന്റെ ഒരു ഇതൊക്കെ ഉള്ളത് നല്ലതാ. അതന്നെ. കുഞ്ഞാപ്പി എങ്ങോട്ടാടാ? അപ്പൊ അതിനിപ്പോ കയ്യെ പിടിച്ച് പോണേ. അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്തോട്ടോ. ഇവിടെ 40 രൂപ വലിയവർക്ക് വരുന്നുള്ളൂ, പിന്നെ പിള്ളേർക്ക് 20, ഫോറിനേഴ്സിന് 100, അങ്ങനെയാണ് ഇവിടുത്തെ ഇത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഴവിൽ ചാട്ടം 2ാം വെള്ളച്ചാട്ടം, തുമ്പിത്തുള്ളും പാറ 3ാം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. അങ്ങോട്ട് നേരത്തെ പോകുമായിരുന്നു കേട്ടോ. മേളിലേക്ക് നടക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു, പക്ഷേ അവിടുന്ന് അങ്ങോട്ടൊന്നും ഇപ്പോൾ പ്രവേശനം ഇല്ല. എനിക്കൊന്നും മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അത് മാത്രമല്ല, നോക്കി നടക്കുക വീഴും. അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് വെള്ളച്ചാട്ടം. ഇത് വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ഒരു, അതായത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണല്ലോ. അതുകൊണ്ട് എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റിനൊക്കെ റേറ്റൊക്കെ പറ്റ കുറവാട്ടോ. അതൊക്കെ എന്താണ് കുഞ്ഞാറ്റക്കെല്ലാം ഇറങ്ങിയാൽ കൊള്ളാറുണ്ട്. ചെരുപ്പ് ഊരാണ്ടേ ഇറങ്ങാവുള്ളൂ കേട്ടോ. എന്നാ അങ്ങനെ ഇറങ്ങിക്കോട്ടെ. എടീ, തോർത്തെടുത്തില്ലല്ലോ. അല്ലേലും എല്ലാ വെള്ളച്ചാട്ടത്തിൽ പോയാലും നമ്മൾ തോർത്തെടുക്കലില്ല. ഇത് അടിപൊളിയാ കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, എന്താണ് ഇതിലെങ്ങനെ നടക്കാനുണ്ട് കേട്ടോ മേളിലേക്ക്. ശരിക്കും വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചും കൂടി പോകേണ്ട 200 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അതിലുണ്ട് നല്ല പതഞ്ഞൊഴുകുന്നു. ഇതൊക്കെ ആ മേളിത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. വാ കേറ്റം കയറുമെങ്കിൽ എന്നെയും കൂടെ കൂട്ടടോ. രണ്ടും കണക്കാ.
പതഞ്ഞ് പാല് പോലെ ആയിട്ടോ ഉള്ളതെന്ന്. എന്താ പറയുക, മഴയും കൂടി അല്ലേ, നല്ല വെള്ളം ഉണ്ടാവും. ഇതിന്റെ കൂമ്പ് വരുന്ന നോക്കിയേ. അല്ല, അതിന്റെ ഫ്രഷ് കൂമ്പിന്റെ കളർ അങ്ങനെയാ. പച്ചയാണ്, പക്ഷെ കുറച്ചും കൂടെ അടിയിന്ന് വരുന്ന കൂമ്പിന് ആ കളറാന്ന് തോന്നുന്നു. കൊറേ നടക്കാനുണ്ടോ? ചക്രവർത്തിയാണോ? ചക്രവർത്തിയാണോ? ഇത് ചേട്ടേ കാട്ടുജാതി ഉണ്ടോ? ഞാൻ ജാതിന്റെ ഇല കണ്ടിട്ടില്ല. ജാതി കണ്ടിട്ടില്ല. ഹേലഞ്ഞി കപ്പ എന്നറിയോ? ഈ ഇതിലേക്ക് വരുന്നതിന് വേറൊരു പ്രത്യേകത, മരത്തിനെ കുറ്റി മുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. എന്താ ഞാൻ വായിച്ചത് വേറെന്തായിരുന്നു. അതാ പറയാത്ത, അതെന്താന്ന് ചോദിക്കാൻ കാരണം അതാ. ഇവിടെയൊക്കെ കൊറേ മരങ്ങളുടെ പേരുണ്ട്, നമുക്കറിയില്ല. നല്ല സ്പ്രേ തന്നെ, നല്ല വെള്ളം ഉണ്ട് അല്ലേ? ശരിക്കും അങ്ങോട്ട് പോകാൻ പാടില്ലാന്ന് തോന്നുന്നു. അങ്ങോട്ട് വിടില്ലായിരിക്കും. പാലത്തിൽ പോവാവോ? ഓ, ഇവിടെ ഇറക്കില്ല, മഴയല്ലേ. കുറച്ചൊന്നുമല്ല, ഇപ്പൊ അതിന്റെ ചോട്ടി പോയിന്നാ താഴെ ചെല്ലാം. ആ സൈഡിൽ ഒഴുകുന്നുണ്ട്, ഈ സൈഡിൽ ചെറുത് പക്ഷെ ക്ലിയർ അല്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു തൂക്കുപാലമുണ്ട് കേട്ടോ. ഇതിലങ്ങോട്ട് വിടുവോ? പോകാതിരിക്കോ? പോകാൻ തോന്നുന്നു. ഇല്ല, ആ ചേട്ടന്മാരിപ്പോൾ നമ്മളെ നിർത്തിയാണ്. ഇതൊക്കെ വെള്ളം പതഞ്ഞു പോകുന്നത് നല്ല രസമുണ്ട് അല്ലേ? നല്ല കാറ്റുമുണ്ട്. ഏയ്, അത് നോക്ക് കുഞ്ഞാറ്റേ, അത് നോക്കിക്കേ, വെള്ളം കണ്ടോ എങ്ങനെയുണ്ട്? അതിൻ്റെ സൈഡിൽ ചെറുതൊരെണ്ണം കൂടി ഒഴുകുന്നുണ്ട് കേട്ടോ. എടി, ഇത് ആടുന്നുണ്ടല്ലോ. ആ, തൂങ്ങും അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാട്ടോ. അപ്പോൾ ഇതേ ചേട്ടന്മാർ നമുക്ക് പറഞ്ഞു തന്നു, അതായത് ഇതിലല്ല, ഇതിലിങ്ങനെ 1 കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് നടന്നാൽ ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങ് മുകളിൽ ചെല്ലാം കേട്ടോ. അവിടെ പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? കുത്തനെയുള്ള കയറ്റം അങ്ങനത്തെ ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അത് അടച്ചിട്ടേക്കാണ്, മഴയൊക്കെ ആയതുകൊണ്ട്. ഇവിടെ നോക്ക്, ഫുള്ള് മഴ ഇങ്ങനെ ചാറ്റുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ കുറേയും കൂടി അടുത്തേക്ക് വന്നു കേട്ടോ. എടി, ഇത്രയും നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് നമ്മളെന്താ കാണാതെ? ഈ വെള്ളം കണ്ടപ്പോൾ തൊട്ട് കൊച്ചിനെ അങ്ങോട്ട് ഇറങ്ങണം എന്നാണ്. കുഞ്ഞാറ്റ, അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് വിടൂല. അതെ, അങ്ങോട്ടേ മഴ ആയതുകൊണ്ട് വിടൂല കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിരിക്കും, നമുക്ക് അവിടെയൊക്കെ പോയി കുളിക്കാം. മഴയില്ലെങ്കിൽ ഇവിടെ ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല. എന്തായാലും സംഭവം കൊള്ളാട്ടോ. ഇതിങ്ങനെ അടിക്കണമെങ്കിൽ സ്പ്രേ പോലെ. ഇനി നമുക്ക് അപ്പുറത്തെ ഒരു മരം ഉണ്ടെന്നോ, ഞാൻ അവിടെ പോയി കാണാം. താന്നി ചെറിയൊരു വെയിലും തെളിയുന്നുണ്ട്. ഇതിങ്ങനെ പോകണം, നോക്ക്, സ്പ്രേ പോകണ പോലെ. അങ്ങോട്ടൊക്കെ ആ പാലത്തെ നിൽക്കുമ്പോഴാട്ടോ ആ ഒരു ഫീല്. അപ്പോൾ നമ്മൾ ആ താന്നിമരത്തിൻ്റെ അടുത്തേക്ക് നടക്കുക കേട്ടോ. ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറാനുള്ള സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അവിടെയും വേറെ ചെയ്യുന്നുണ്ട്, ഉടനെ അതിൻ്റെ പണിയും കഴിയും. അപ്പോൾ ഇനി നമുക്ക് താന്നിമരം കാണാൻ പോവാം. അപ്പോൾ ഇതിൽ വേറെ ഏതോ വെള്ളച്ചാട്ടം ഉണ്ട് അല്ലേ? അതായിരിക്കും പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞത്. 2ഉം 3ഉം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ആ, ഇവിടെ എന്താ ഡേഞ്ചറാണ്, മേളിലേക്ക് വിടൂല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ കാണുന്നതാണ് താന്നിമരം. ഇതിൻ്റെ ഓട്ടകൾ കണ്ടോ അടിയിൽ? ആ, അതാണ് സംഭവം അല്ലേ? ആ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഓട്ടയാണ്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ആ, ഇവിടെ വലിയൊരു ഓട്ട. ഇതാണ് ആ പറഞ്ഞ താന്നിമരം കേട്ടോ. വമ്പ മരമാണേ. നമുക്ക് അപ്പുറത്തേക്ക്, ഓ, അവിടം വരെ ഉള്ളൂ സ്ഥലം. അവിടുന്ന് അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഓട്ടയാണ്. അപ്പുറത്തെ സൈഡിലേക്ക് കാണാം. ആ, പോവാ, ഞങ്ങൾ ഇവിടെ ഒന്ന് പോട്ടെ. അതെ, വാ ഞാൻ. ആ, അപ്പായി പോകുന്നിടത്തേക്ക് വരുവാ. ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് ടൂറിസം മേഖല അവസാനിക്കുക, മേളിലേക്ക് ഫോറസ്റ്റാണ്.
കേരള വനം വകുപ്പ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഒട്ടും കാടാണ്. ഇതുണ്ടോ ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? കൊള്ളാം. ഇതുണ്ടോ അമ്മ, ഉള്ളിലേക്ക് ഫുള്ള് വലിയൊരു പൊത്താണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഉള്ളിൽ വെറും പൊത്ത, അങ്ങ് ഉള്ളു വരെ. ആ സംഗതി കൊള്ളാം കേട്ടോ. ഉള്ളിൽ കൂടി ചെറിയതായിട്ട് വേരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാൻ കൊള്ളാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റുന്നുണ്ട് തെറ്റോ, പക്ഷെ വലിയ മരമാണ് താനും. താഴേക്ക് അതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ആ വെള്ളച്ചാട്ടം അല്ലേ അപ്പോൾ ഇത്? ഇത് വേറെ അല്ലേ? ഇത് കാണാനായിരിക്കും ചിലപ്പോൾ ആ 1 കിലോമീറ്റർ നടന്നു പോയി കാണണ്ടേ. ആ ആ ഓക്കെ. കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും സ്ഥലം പിടിച്ചേക്കുക. അവരിനി മാറി തരില്ലായിരിക്കും അല്ലേ? വലിയ മരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മരമാണ് ഉണ്ടോ. പക്ഷെ മണ്ടയൊന്നും പോയതാണെന്ന് വിചാരിക്കരുത്, മണ്ടയൊന്നും പോയിട്ടുമില്ല. പക്ഷെ ഓട്ടയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു പോവാല്ലേ ഇനി ഇവിടുന്ന്? ഞാൻ പറയട്ടെ, നമ്മൾ ആദ്യം കണ്ട കുഞ്ഞു വെള്ളച്ചാട്ടല്ലേ, അവിടെ കുഞ്ഞാറ്റിനെ 2 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കളിപ്പിക്കാവേ. കാരണം എന്നറിയോ, വെള്ളത്തിൽ കളിക്കാന്നിട്ട് അതിന് ഭയങ്കര പൊറുതികേടാന്ന്. അപ്പൊ അങ്ങോട്ട് പോവാന്ന് പറയുന്ന അതിനാ. തൂക്കുപാലത്തിൽ ഒരു 5 മിനിറ്റ് നിൽക്കാം. എങ്ങോട്ടാ കുഞ്ഞാറ്റേ? ഇതുണ്ടോ ബേക്കിൽ കൈയൊക്കെ കെട്ടിയിട്ട്, എടി നീ പിടിച്ചു നടക്ക, എവിടെയൊക്കെ വീഴും. അവിടെയൊക്കെ വല്ലാണ്ട് വെള്ളം വന്ന് ഇങ്ങനെ പതഞ്ഞ് പൊളി വ്യൂ ആട്ടോ ഇവിടെ. കൊച്ചമ്മ ചെരുപ്പെല്ലാം ഊരി ഇറങ്ങുന്നുണ്ട്. എന്നാ ഉടുപ്പ് ഊരണോ? ഐസ് വെള്ളമായിരിക്കുമല്ലോ. എടി വെള്ളത്തിൽ തണുപ്പുണ്ടോ? ഉടുപ്പൊന്നും ഊരല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞാ. കൊച്ചിരിപ്പം അതിൻ്റെ അടിയിലേക്ക് പോകണം. അതിൻ്റെ അടിയിലേക്ക് പോകണ്ട കേട്ടോ. കുഞ്ഞാറ്റെ പോവാം നമുക്ക്. കുഞ്ഞാറ്റെ നോക്ക്, മൈൻഡ് പോലും ചെയ്തില്ല. ഡാൻസൊക്കെ കളിക്കല്. അപ്പോൾ ഇന്ന് വരുന്ന ലക്ഷണമില്ല കേട്ടോ. കുറച്ചു നേരം കൂടി കളിപ്പിച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും ഇത്രയായി. ഇത് കണ്ടോ, കൊച്ചിൻ്റെതായ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റേ പോവാ, പോണ്ടാത്. ഇനി ഇവിടുന്ന് പോകുന്ന ലക്ഷണം ഇല്ല കേട്ടോ. നമ്മൾ ഇന്നും കോഴിക്കോട് നിന്ന് പോവില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ മൂന്നാറെത്തുന്ന ലക്ഷണമൊന്നും ഇല്ല. നമുക്ക് പോരുന്നില്ല. ചെരുപ്പിട്, നമുക്ക് പോവാ. ഇനി നമുക്ക് വേറെ വെള്ളച്ചാട്ടം കാണാം. കുഞ്ഞാറ്റേ നോക്ക്, അതിലേക്ക് തന്നെ ഇറങ്ങി പോവാ. എടി വേറെ വെള്ളച്ചാട്ടം കാണാടി നമുക്ക്. വേണ്ടേ ദൈവമേ, ഇപ്പൊ ഇറക്കിയത് കുടുങ്ങിയോ? ഫാൻസിയെ ഇറക്കിയത് കുടുങ്ങിയോ? സംഭവം എന്തായാലും പൊളിയാട്ടോ. ഇവിടെ ഈ ചെറുതൊക്കെ കാണാൻ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും വെള്ളച്ചാട്ടം, പക്ഷെ അപ്പുറത്ത് ചെന്നാൽ നല്ല പൊളി വ്യൂ ആണ്. അടിപൊളി വെള്ളച്ചാട്ടം. വരുന്നില്ല എന്നാ അപ്പ ഈ കുടയായിട്ട് പോട്ടെ. കൊച്ചിൻ്റെ കുട വരുവാണോ? അതെ, എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോട്ടോ. അപ്പൻ്റെ മോളുടെ അങ്കാട്ടോ. ഇനി ഞാൻ ഇത്ര നേരം പിടിച്ചിട്ട് രക്ഷയില്ല, കയറി വരുന്നേ ഇല്ലേ, പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക. എടുത്തോ, ചാമിക്കോ. നീ കരച്ചിലാവേ പൊന്നോ, ഈ കരച്ചിലാവേ. ഞങ്ങൾ പോവാട്ടോ. ഇല്ല, ഞങ്ങളോട് 2 പേരോടും പിണങ്ങി, എന്നിട്ട് ഓടി പോവാണേ. ഞങ്ങൾ പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. വെള്ളത്തിൽ കളീൻ്റെ ഇത് റങ്ക് തീർന്നില്ല കൊച്ചിന്. ഓടാ ടീം. ചേട്ടേ കുറേ കാലം ഉണ്ട്. അങ്ങനെ പിടിച്ച് കിട്ടിയിരിക്കണ്. കിട്ടി ആളെ കിട്ടിയിരിക്കണത് എന്ന് പറയണ പോലെ കുഞ്ഞാറ്റനെ പിടിച്ചു കിട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് പോകാവേ. അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് ഇന്നെങ്കിലും നമുക്ക് മൂന്നാർ എത്തണം എന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. അപ്പം എങ്ങനെയോ ഒരു വിധത്തിൽ ഞങ്ങൾ ഇതേ ഇവിടെ എത്തിച്ചു കേട്ടോ. അടിക്ക് നല്ല അടിയോട് ഞങ്ങൾ പോവാണേ. ഇവിടെ എന്താ പരിപാടി? കാലൊക്കെ തുടച്ച് മോസസ് ടിഷ്യൂ തന്നതുകൊണ്ട് അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മുടെ തുണിയെ തൂത്തേനെ. ഒരു വല്ലാത്ത എന്തോ ഒരു വെപ്രാളാണ്. ഇങ്ങോട്ട് നോക്കിയേ, വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിരുന്നു. എങ്ങോട്ട്? വെള്ളച്ചാട്ടത്തിലേക്കോ?
ഇനിയില്ല വെള്ളച്ചാട്ടത്തിലേക്ക്. ഇനി അടുത്ത വെള്ളച്ചാട്ടം. ഇനി കൊച്ചു കയറി കിടന്ന് ഉറങ്ങിയോ? നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഇനി മഴയ്ക്ക് മുമ്പ് അല്ലേ? പിന്നെ നമുക്ക് വേഗം പോവാട്ടോ ഇവിടുന്ന്. 40 രൂപയ്ക്ക് ലാഭമുണ്ട് ചേട്ടേ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചും കൂടി ശരിക്കും മഴയില്ലെങ്കിൽ നമുക്ക് അവിടെ കുളിക്കുകയും ചെയ്യാം. മഴയില്ലെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുഞ്ഞാറ് കുറെ നേരം കളിച്ച സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് കുറച്ചും കൂടെ കളിക്കാനൊക്കെ ഒരു പ്രൈവസി ഒക്കെ ഉണ്ട്. അവർക്ക് അവിടെ ഒന്ന് കളിക്കാം. കുറച്ച് വെള്ളമാണ് വീഴുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഓവർ വെള്ളം ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട നമുക്ക്. വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറേ നേരമായില്ല ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ എവിടെ എത്തി? നമ്മള് പുല്ലൂര്. ഇന്നെങ്കിലും മൂന്നാർ എത്തുവോ? ഇന്ന് മൂന്നാർ എത്തുന്ന കാര്യം നമ്മള് വെള്ളച്ചാട്ടത്തിൽ നമ്മുടെ സമയം കുറേ പോയി. അതുകൊണ്ട് മൂന്നാർ എത്തുന്ന കാര്യം ഡൗട്ടാണ്. എന്നാലും മാക്സിമം നമുക്ക് മൂന്നാർ എത്തിയില്ലെങ്കിലും മാക്സിമം ഓടിയിട്ട് സൈഡാക്കാം. ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര ക്ഷീണം. ചായ കുടിക്കണത് ഉണ്ടാക്കി കുടിക്കാം അല്ലേ? എന്തായാലും നമ്മളൊരു ചെറിയ സ്റ്റൗ ഉണ്ട്. ഞങ്ങള് ചെറിയ സ്റ്റൗ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് വെച്ച് നമുക്ക് ചായ ഇതിന് വേറെ ടിസ്റ്റ് എന്താ അറിയോ? നമ്മള് വലിയ സ്റ്റൗവില് ഗ്യാസ് നിറച്ചിട്ടില്ല. പക്ഷെ ചെറിയ 4 മേടിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളെന്തായാലും നമുക്ക് വലിയ ഗ്യാസ് മേടിക്കണമല്ലോ. അതെന്തായാലും മേടിക്കണം. അല്ലാണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, ചെറിയ ഗ്യാസ് കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ചായ കുടിക്കാൻ നിർത്തി തരില്ല. അപ്പൊ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു പായസം മേടിപ്പിച്ചു കേട്ടോ. അപ്പൊ ഇനി പായസമൊക്കെ കുടിച്ചങ്ങ് പോവാ. നല്ല പാലട പായസം ഉണ്ട്. ഒരു പയ്യന്റെ പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് മെല്ലെ പായസം കുടിച്ചു നോക്കാവേ. അപ്പുറത്തേക്ക് മാറ്റി നിർത്താനേടി. അപ്പൊ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. ചെറിയൊരു അബദ്ധം പറ്റി. ഇന്ന് കൂടി നടക്കൂല. ഇത് കണ്ടോ, നല്ല ഉറക്കാണ്. അതിൽ വേറെ ടിസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ താഴെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് തുറന്നിട്ട് നമുക്ക് മൂന്തി കുടിക്കാം. തുറക്കുമ്പോൾ അതിൽ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്നലെ തുടങ്ങിയതാണ് ഒരു പാലട പായസം കുടിക്കണം എന്ന് പറഞ്ഞു അല്ലേ? എ സിക്കൊക്കെ പേരും തണുപ്പ്, മഴയും കൂടി ആയതുകൊണ്ടേ. നീ അങ്ങനെ ഇച്ചിരി കുടിച്ചല്ലേ താഴെ പോവും. ഇളക്കാതെ ഇച്ചിരി കുടിക്ക്. അതിന് തുറക്കാൻ പറ്റുമോ? ഇച്ചിരി കുടിച്ചേ. എങ്ങനെയുണ്ടെന്ന് പറ. ചായ കുടിച്ചൊരു സുഖം കിട്ടിയില്ല. ചൂടുണ്ടോ? ആണോ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? പൊളി സാധനമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട പായസം. എങ്കിലും അതിന് സ്പൂൺ എടുക്കാൻ പറ്റില്ലല്ലോ, ടീം കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കുടിച്ചിട്ട് പോവാം. ഇതൊക്കെ എ സി ഇട്ടിട്ട് മൊത്തം മഞ്ഞ് കയറി കേട്ടോ. നമ്മള് പായസം കൂടി ഒക്കെ കഴിഞ്ഞ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അതേ വേറൊരു കാര്യമുണ്ട്, ഇരുട്ടായി തുടങ്ങി. കുക്ക് ചെയ്യാൻ നിർത്തുകയാണെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. നമുക്കൊന്നാമത് ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല. നമ്മള് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചാലേ ഒന്ന് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, പിന്നെ നമ്മുടെ ബഡ്ജറ്റിനും ദോഷമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുക്ക് ചെയ്ത് പോവാം. കുക്ക് ചെയ്ത് പോകുന്നത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. നമുക്ക് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടല്ലോ. ഇവിടെ വേണ്ട. ഉറക്കം എഴുന്നേറ്റോ? എന്തോരം ഉറക്കായിരുന്നു. ഞങ്ങള് പായസൊക്കെ മേടിച്ചു കുടിച്ചു. എന്തായിരുന്നു കഥ പറഞ്ഞോണ്ടിരുന്ന വീട്ടിലിരുന്നിട്ട്? നെറ്റിപ്പെട്ടോ? നെറ്റിപ്പെട്ട എന്താ? ആനേനെ ഇവിടെ വെക്കുന്ന സാധനമാണോ? ആരാ പറഞ്ഞു തന്നെ? അല്ല, ആരാ അത് പറഞ്ഞു തന്നാരാ? ആണോ? അംഗൻവാടിന്ന് ടീച്ചർ പറഞ്ഞെന്താണോ? അത് പിന്നെ ആരും പറഞ്ഞു തന്നല്ലാന്ന് പറഞ്ഞേ? ടീച്ചർ പറഞ്ഞു തന്നാ? നെറ്റിപ്പട്ടോ ആനയുടെ ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂര്. അതാണ് ഇനി കൊച്ചി തൃശ്ശൂര് എത്താനായെന്ന് കേട്ടപ്പോഴാണ് നെറ്റിപ്പട്ടത്തിന്റെ കഥ പറഞ്ഞത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മാപ്പ് ഞങ്ങക്ക് പണി തന്നു കേട്ടോ. നല്ല വഴി തോന്നുന്നല്ലേ? വേറെ കാര്യം പറയട്ടെ, ഈ റൂട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മള് ശരിക്കും തൃശ്ശൂരിലേക്കൊക്കെ പോണ റൂട്ടിൽ ഉള്ളൊരു ഇതാണിത്. ഞാൻ ഇതിനു മുമ്പ് ഇതിലെ കേറിയിട്ടുണ്ട്, പക്ഷെ വഴി പറ്റ പോയി. അതാണ് സംഭവം. തൃശ്ശൂര് എന്താ പറയാലേ, രാഷ്ട്രീയം പറയാൻ പറ്റില്ല. അല്ല, തൃശ്ശൂർ എത്തിയിട്ടില്ല. ആണോ? എന്നാൽ നീ രാഷ്ട്രീയം പറയണ്ട. നമ്മുടെ വീഡിയോയില് രാഷ്ട്രീയം വേണ്ട. താഴെ പോയില്ലല്ലോ അല്ലേ? കുഴിയില് പോവാതിരുന്നാ പണ്ട് ആരോ പറഞ്ഞ പോലെ വലിയ കുഴിയിലേക്ക് ചാടിയിട്ട് ഞാനോ പിന്നെ വലിച്ചു കയറ്റേണ്ടി വരും. മൊമ്പം കുഴികളാട്ടോ.
പക്ഷെ ഇത് ഒരു പോക്കറ്റ് റോഡ് പോലെയാണ്, പക്ഷെ അപ്പുറത്ത് വലിയൊരു റോഡുണ്ട്. വൃത്തിയാക്കുവാണെങ്കിൽ നല്ലതാണല്ലേ. സംഭവം മറ്റേ വഴിയിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ളൊരു റൂട്ടാണ്. ഞാൻ ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം ചോദിച്ചതായിരുന്നു, സമയം ഇങ്ങനെയല്ലായിരുന്നു. ഇത്രയും മോശമല്ലായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഒരു കട കിട്ടി കേട്ടോ. ചേട്ടായും ഒക്കെ പോയിട്ട് അവരോട് ചോദിച്ചു. അപ്പോൾ അവരോട് ഒന്ന് കുക്ക് ചെയ്തോളാം പറഞ്ഞു കേട്ടോ. നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് കുക്ക് ചെയ്യാം അല്ലേ. ഇത്തിരി റിവേഴ്സ് വെക്കുവാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ എളുപ്പമാണ്. ആ ഇനി അടുത്ത ടാസ്ക് സാധനങ്ങളെല്ലാം പുറത്തിറക്കുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അധികം സാധനങ്ങളൊന്നും പുറത്തിറക്കാനില്ല. സഹായിക്കടി പോയിട്ട് അപ്പായിനെ. ആ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കാണാവേ. ഇത്രയും നാളേ ഞാൻ വീഡിയോ എടുക്കും, അല്ല നിങ്ങൾ വീഡിയോ എടുക്കും, ഞാനിവിടെ നിൽക്കുന്നല്ലേ. ഇനി തിരിച്ച് ചെയ്യാട്ടോ കുറച്ച് നാളത്തേക്ക്. കുക്കിംഗ് ഒക്കെ ചേട്ടനെ ഏൽപ്പിച്ചു കേട്ടോ. സഹായിക്കൂ കുഞ്ഞാപ്പി അങ്ങോട്ട്. കുഞ്ഞാപ്പി എന്താ അരക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നേ? വേഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചിട്ട് പോവാം അല്ലേ. നല്ല സ്ഥലമായതുകൊണ്ട് ഇരുന്ന് കഴിച്ചിട്ട് അങ്ങ് പോകും. അരി ഇടുവാണെങ്കിൽ ഇപ്പത്തേക്കും കറി ആകുമ്പോ അരിന്റെ അടുത്തൊക്കെ അരിയുമ്പോഴത്തേക്കേ ചോറ് വേവും. ഇവിടെ അരി കഴിക്കാണ് കേട്ടോ. ഇവിടെ എന്താ കുഞ്ഞരി ബിരിയാണി അരിയോ? വേറൊരു പേര് പറയാം. ഇതാകുമ്പോ പെട്ടെന്ന് ആവുകയും ചെയ്യും. വലിയ കറികളൊന്നും വേണ്ട, ചെറിയ കറികളുണ്ടെങ്കിൽ കഴിച്ചു. ജിയ ഒരു പണി എടുക്കാൻ ഇവിടെ നിൽക്കുന്നേ അല്ലേ. അതാ 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 കുഴപ്പമില്ല വല്ല കളഞ്ഞാല്. അപ്പോൾ അതെ ആൻസി ഇവിടെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതെന്താ ആൻസി ഉണ്ടാക്കുന്നത്? മുട്ടത്തോരനോ? മുട്ടത്തോരനും ചോറും കഴിക്കാനായി കഷ്ടപ്പെടുന്ന നമ്മള്. ദൈവമേ, ചാറുണ്ടാവൂടി? ചെറിയ ചാറ് അച്ചാറും ഉണ്ടല്ലേ, നന്നായി. കുഞ്ഞാറ്റ സാറ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പെണ്ണ ഇവിടെ ഇനി കടുകിട്ടു. നമ്മുടെ കറിപ്പരിപാടികൾ വേഗം തീർത്തില്ലെങ്കിൽ ഇരുട്ടായി തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഇരുട്ടായല്ലോ. എന്താ അങ്ങനെയല്ല, 6 മണിയല്ലേ 7 മണിയല്ലേ ആവുന്നുള്ളൂ. പൊട്ടുന്നില്ലല്ലോ. അത് പൊട്ടും. നീ കറിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. കറി എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? നീ പറഞ്ഞിങ്ങനെയല്ലേ ഇത് ജസ്റ്റ് ഒന്ന് വാട്ടുന്നു. ഇത് പിന്നെ തക്കാളിയും സവോളയും വെളുത്തുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് വാട്ടുന്നു. മഞ്ഞപ്പൊടി മുളക് പൊടി ഇടുന്നു. നന്നായിട്ട് വാടി കഴിയുമ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു, ചിക്കുന്നു. റെഡിയായി. അതിനിടയ്ക്ക് ഉപ്പും കൂടി ഇടണേ. അതെ, അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടോ. ചോറ് വെന്ത് ഞങ്ങൾ മാറ്റി വെച്ചു. ചോറ് കണ്ടോ, ഡിക്കിയൊക്കെയാണ് അതിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ചിട്ട്. ഓ അതിനിപ്പോ എന്താ, ചിലപ്പോ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ നമ്മുടെ വയനാട്ടിലേക്കൊക്കെ പോലെയല്ലല്ലോ. വയനാട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ കുറവ്. പക്ഷെ ഇവിടേക്കൊക്കെ അങ്ങനെ കുറെ ആൾക്കാർ വരില്ലേ. നല്ല വരിയായിട്ട് ഓടും കേട്ടോ. ഏയ് അങ്ങോട്ടൊന്നല്ല, അവര് വേറെ അങ്ങോട്ടോ പോകുന്ന ആൾക്കാരാ. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തോട്ടോ. റൂമിൽ വന്നു. അപ്പനും മോള് സൈഡായി. ഇതെന്തത് തുണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന? എന്താ കോപ്പിറൈറ്റ് വരും? തുണിയൊന്നും ഇല്ലാണ്ടിരുന്ന ചാനലിൽ പോകും. ഞങ്ങള് പായസത്തിലൂടെ കൈയിട്ട് വരികൊണ്ടിരിക്കട്ടോ. സ്പൂൺ എടുത്തില്ല എന്നൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ടീം കൈയിട്ട് വാരി നശിപ്പിച്ച് കളയാ. നമുക്ക് കഴിക്കേണ്ടി അതാ നല്ലത്. ഞങ്ങള് കഴിക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു അല്ലേ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വേറെ ടീം കയറിയിട്ടുണ്ട്, വെള്ളത്തിൽ കളിക്കുന്ന. ഇനി വേഗം ചെന്നില്ലെങ്കിൽ പുള്ളിക്കാരി ആ വെള്ളത്തിൽ ചിലപ്പോൾ കുളിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആ കാര്യം ആരും മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ, കാരണം കുറച്ചായി നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തിട്ട് എത്തണം. അതുവരെ വരുന്നില്ല. നിങ്ങളുടെ പ്രോത്സാഹനം കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ പൊന്തി വരുന്നതായിരിക്കും. അതെ, കാരണം ഞങ്ങള് ആദ്യം ഡൗൺ ആയി. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരുന്നോടും വരെ കുഞ്ഞാൻ ടാറ്റ കൊടുക്കുക.